ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തു. അത് കഴിഞ്ഞതോടുകൂടി വീടിൻ്റെ പല ഭാഗത്തും അടിയാണ് നടക്കുന്നത്. നമ്മുടെ ആദില, നൂറ, രണ, ഫാത്തിമയായിട്ടുള്ള അടിയാണ് കേട്ടോ പിന്നെ നടന്നത്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വം പാലിക്കാത്തവരും പാലിക്കുന്നവരും ഇതായിരുന്നു രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിൽ നമ്മുടെ ആദില, നൂറ വന്നിട്ട് രണ, ഫാത്തിമയാണ് വൃത്തി ഇല്ല എന്ന് പറയുന്നത്. കാരണം അലക്കിയ ഡ്രസ്സിംഗ് റൂമിനകത്ത് പിഴിയാതെ വിരിച്ചിടുന്നു. അപ്പോൾ നിലത്തൊക്കെ വെള്ളമാകുന്നു. അങ്ങനെ വൃത്തിയില്ല ആളിന് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും റെനയ്ക്ക് കൊണ്ടിട്ടുണ്ട് കേട്ടോ. റെന നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കെതിരെ ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ അതേ നാണയം വെച്ചിട്ട് തന്നെ തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവം. അത് തന്നെയാണ് റെന ഇവിടെയും നടത്തിയത്. പക്ഷെ കയ്യിൽ നിന്ന് പോയി പണി ചെറുതായിട്ടൊന്നും പാളി. അതായത് റെന വന്നിട്ട് തിരിച്ചു പറയുകയാണ് ആദിലയ്ക്കും നൂറയ്ക്കും വൃത്തിയില്ല. അതിന് പറയുന്ന കാരണമാണ് അടാറ് കോമഡി. ദോശമാവിനകത്ത് വളരെ നീളം കുറഞ്ഞ ഒരു മുടി ഉണ്ടായിരുന്നു. അത് ആദിലയുടെയോ നൂറയുടെയോ ആണെന്നാണ് രണ ഫാത്തിമയുടെ വാദം. ഇതിനെതിരെ നമ്മുടെ ആദിലയും നൂറയും റെനയെ എടുത്തിട്ട് പഞ്ഞി കിട്ടുന്നുണ്ട്. അതായത് ആദിലയും നൂറയും പറയുന്നുണ്ട് കിച്ചണിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഷോർട്ട് ഹെയർ ഉള്ളത്, ശാരിക ചേച്ചിക്ക് ഷോർട്ട് ഹെയർ ഉണ്ട്, അനു ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ഷോർട്ട് ഹെയർ ഉള്ളവരുണ്ട്. മാത്രമല്ല കിച്ചണിൽ ഇല്ലാത്ത ആൾക്കാരും അങ്ങോട്ടേക്ക് കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. എന്തിനു കൂടുതൽ പറയുന്നു, നീയും അതിൻ്റെ പരിസരത്ത് തന്നെയല്ലേ എപ്പോഴും നിൽക്കുന്നത്, നിന്റെ തലമുടി ആയിക്കൂടെ? ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ആദിലയും നൂറയും തിരിച്ച് റെനയെ എടുത്തിട്ട് ചമ്മന്തി പരുവാക്കുന്നുണ്ട്. റെനയ്ക്ക് സത്യം പറഞ്ഞ മറുപടിയില്ല. സത്യത്തിൽ അടിക്കൊരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് റെന ഫാത്തിമ ആദിലയും നൂറയുടെ പേര് പറഞ്ഞത്. പക്ഷെ പേര് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയണമായിരുന്നു. ഇതിപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാരണമല്ല. ദോശമാവിനകത്ത് ആരുടെ മുടിയും ആവാം. റെന ഫാത്തിമ കണ്ടിട്ടില്ലല്ലോ അത് ആദിലയുടെ തലയിൽ നിന്ന് ഊർന്ന് വീഴുന്നത്. ഒരു മുടി കണ്ടിട്ടുള്ളെന്നേ പറയുന്നുള്ളൂ. അത് ഷോർട്ട് ഹെയർ ആണെന്നും പറയുന്നുണ്ട്. അത് അവരുടെ തന്നെയാണെന്ന് റെനയ്ക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇതിനെതിരെ തന്നെ അവർ ശക്തമായിട്ട് നമ്മുടെ ആദിലയും നൂറയും സംസാരിക്കുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വീട്ടിൽ കുറേ ആൾക്കാർ വരുന്നുമുണ്ട്. നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. നെവിനൊക്കെ വന്ന് പറയുന്നുണ്ട് വളരെ മോശമാണ് പറഞ്ഞതെന്നുള്ളത്. അക്ബർ പറയുന്നുണ്ട് കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ എന്തിനു നീ അത് പറഞ്ഞു എന്നുള്ളത്. നമ്മുടെ റെന ഫാത്തിമ കിടന്ന് മെഴുകുന്നുണ്ട്. പക്ഷെ മെഴുകലൊന്നും ഏൽക്കുന്നില്ല.